ദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നാം കടക്കുകയാണ്. നാം ഇതിനു മുമ്പ് പലപാട് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഈ കാണ്ഡത്തിലും തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ആ കാണ്ഡത്തിൻ്റെ പേര് യോഗം എന്നാണ്. യോഗത്തിൻ്റെ താത്വികമായ തലത്തെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ ഇവിടെ വിശദമാക്കുന്നത്. നമുക്ക് എന്താണ് യോഗം എന്ന് നോക്കാം. നോക്കൂ, അതിൻ്റെ ഒരു രത്നചുരുക്കം ആദ്യം പറയാം. എന്താണ് യോഗം? യോഗദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് പതഞ്ജലി മഹർഷിയാണ്. ചിത്തവൃത്തിയെ നിരോധിക്കുന്നതാണ് യോഗം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ചിത്തവൃത്തി നിരോധമാണ് യോഗം. അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുന്നു. ഈ മനസ്സിൻ്റെ ചാഞ്ചല്യമാണ്, ഈ മനസ്സിൻ്റെ അസ്ഥിരതയാണ് പലപ്പോഴും എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത്. അതുകൊണ്ട് മനോനിയന്ത്രണത്തിന് ഏറ്റവും നമ്മെ സഹായിക്കുന്നത് യോഗചര്യയാണ്. അങ്ങനെ ചിത്തവൃത്തിയെ നിരോധിക്കാനാണ് യോഗം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ചിത്തം സ്വതേ സ്വച്ഛമാണ്. അത് തമസിന് അധീനമാകുമ്പോൾ നിരുദ്ധം. അലയാഴി പോലെ അലയുന്ന മനസ്സിനെ അതിൻ്റെ അലകളും ചുഴികളും അടക്കി ശാന്തവും സ്വച്ഛവന്തവുമാക്കാനുള്ള ഉപായമാണ് യോഗം. അപ്പോൾ യോഗം എന്ന് പറയുന്നത് മനസ്സിനെ കടലിൻ്റെ അലകൾ പോലെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന അലകളെ ശാന്തമാക്കാൻ വേണ്ടി, സ്വച്ഛമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യോഗ സാധനയാണ് നാം ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. യോഗദർശനത്തിലെ പ്രധാന ഉപാധിയാണ് ക്രിയായോഗം. കായേന്ദ്രിയ ജയം, പ്രണവജപം, ഈശ്വരാർപ്പിത കർമ്മം എന്നിവയാണ് ക്രിയായോഗം. ഇവ സമാധി പ്രാപിക്കാനും ക്ലേശങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ദൃഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള സംയോഗമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. സംയോഗത്തിന് കാരണം അവിദ്യയും. അവിദ്യ പരിഹരിക്കാൻ യോഗ അംഗങ്ങൾ അനുഷ്ഠിക്കുക തന്നെ വേണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇവയാണ് യോഗത്തിൻ്റെ 8 അംഗങ്ങൾ. നമ്മളതൊക്കെ പഠിച്ചതാണ്. അതൊക്കെ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിവയാണ് യമങ്ങൾ. ബാഹ്യാഭ്യന്തര ശുദ്ധി, യഥാലബ്ധി, പരിദോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരോപാസന എന്നിവയാണ് നിയമങ്ങൾ. ഇവ അനുഷ്ഠിക്കുന്നതിലൂടെ ധാരണയിലെത്താം. അപ്പോൾ ബുദ്ധിതത്വവും പുരുഷനും ഒരേപോലെ ശുദ്ധമായിത്തീരുന്നു. സമാധിയിൽ ക്ലേശങ്ങളും കർമ്മങ്ങളും അവസാനിക്കുന്നു. ചപലമായ അന്ധകരണത്തെ ആത്മാവിലുറപ്പിച്ച് മോക്ഷം നേടാനുള്ള ഒരു പ്രായോഗിക പദ്ധതിയാണ് യോഗദർശനം എന്നാണ് മൊത്തത്തിൽ നമ്മുടെ ഭാരതീയ തത്വചിന്തയിലെ ആചാര്യന്മാർ യോഗാനുഷ്ഠാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. യോഗം ശൈവ സിദ്ധാന്തത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം പശുപതി സങ്കല്പമാണ്. പശു വേറെ, പതി വേറെ. അങ്ങനെ പശുവിനെയും പതിയെയും വേർതിരിക്കുന്ന ഒന്നാണ് പാശം. ആ പാശത്തിൻ്റെ വേരറുക്കുമ്പോൾ, അതായത് മനസ്സിനെ ശുദ്ധീകരിച്ച് മനസ്സിനെ വിശുദ്ധമാക്കുമ്പോൾ പശു പതിയുമായി ഒന്നിക്കുന്നു, യോഗം ചെയ്യുന്നു. അങ്ങനെ പശു പതിയിൽ ലയിക്കുന്നതിനെയാണ്
യോഗം എന്ന് പറയുന്നത്. ഇതാണ് ശൈവ സിദ്ധാന്തത്തിലെ പശുപതി സങ്കല്പം. അപ്പോൾ പശുപതി സങ്കല്പത്തിലൂടെ നമുക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതായത് പശു പതിയായി ഒന്നിക്കുന്ന, ചേരുന്ന, ഒരുമിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് യോഗത്തിൽ നാം കാണുന്നത്. എല്ലാ ശൈവ ആചാര്യന്മാരും യോഗത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു കൃതിയുണ്ട്, ഒഴിവിലൊടുക്കം എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. ആ ഒഴിവിലൊടുക്കത്തിൽ കണ്ണുടയ വള്ളലാരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഒഴിവിലൊടുക്കം. ഒഴിവിലൊടുക്കത്തിൽ കണ്ണുടയ വള്ളലാർ പറയുന്നതെല്ലാം തിരുമന്ദിര രഹസ്യമാണ്. അപ്പോൾ തിരുമന്ദിര രഹസ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കണ്ണുടയ വള്ളലാരുടെ ഒഴിവിൽ ഒടുക്കമെന്ന ഈ കൃതി പഠിച്ചാൽ മതി. അതിലെ 3-ാം അധികാരത്തിന് യോഗ കഴറ്റി എന്നാണ് കണ്ണുടയ വള്ളലാർ പേര് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അതിൽ എന്താണ് കണ്ണുടയ വള്ളലാർ പറയുന്നതെന്ന് നോക്കൂ. ചര്യ, ക്രിയ, യോഗം, ഈ 3ഉം ജ്ഞാനത്തിന് മുൻപുള്ള സാധനകളാണ്. കണ്ടോ? അപ്പോൾ ജ്ഞാന യോഗത്തിന് മുമ്പുള്ള ഒരു സാധനയാണ് യോഗം. അതിനുമുമ്പ് ചര്യയുണ്ട്, ക്രിയ, യോഗം. ഈ 3ഉം ജ്ഞാനത്തിന് മുമ്പുള്ള സാധനകളാണ്. ജീവന് തൻ്റെ പരമാർത്ഥമറിയാൻ സാധിക്കാതെ മറവായി നിന്നുകൊള്ളുന്നത് അനാദി അജ്ഞാനമാണ്. ഈ അജ്ഞാനത്തെ മാറ്റുവാൻ ശേഷി ആത്മജ്ഞാനത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജ്ഞാനം കൊണ്ടേ ജീവൻ കൃതാർത്ഥനാകുന്നുള്ളൂ എന്ന് വന്നു. ജ്ഞാനം ശുദ്ധ അന്ധകരണത്തിലേ ഏറുകയുള്ളൂ. അന്ധകരണത്തിലെ മലങ്ങൾ, രാഗാദികളായ അശുദ്ധം, ചലനാത്മകമായ വിക്ഷേപം, മറച്ചു നിൽക്കുന്ന മായ അല്ലെങ്കിൽ അജ്ഞാനം, ഈ 3ഉമാണ്. അതിനാൽ ആദ്യമായി മാറ്റേണ്ട ഈ ആദ്യം ചൊന്ന മലം, വിക്ഷേപം രണ്ടുമത്രേ. ചര്യ, ക്രിയ ഇവകളാൽ അശുദ്ധമലവും യോഗത്താൽ അല്ലെങ്കിൽ ഉപാസനയാൽ വിക്ഷേപവും ആദ്യമേ അകറ്റപ്പെടണം. അപ്പോൾ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്ഷേപത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് മനസ്സിൻ്റെ നിരന്തരമായ ചലനത്തെ ഇല്ലാതാക്കുക, മനസ്സിനെ ശാന്തമാക്കുക, മനസ്സിനെ സ്വച്ഛമാക്കുക, മനസ്സിനെ വിശുദ്ധമാക്കുക. ചലനങ്ങളില്ലാത്ത കാറ്റിൽപ്പെടാ വിളക്ക് പോലെ. കുമാരസംഭവത്തിൽ കാളിദാസൻ ഈ അവസ്ഥയെ വിശദീകരിക്കുന്നത് കാറ്റിൽപ്പെടാ വിളക്ക് പോലെ ജ്വലിക്കുന്ന തീനാളം. അങ്ങനെ മനസ്സിനെ ആക്കി തീർക്കുക. ജ്ഞാനത്തിന് അടുത്ത് മുൻപുള്ള പടി യോഗമാണ്. തന്നിമിത്തം അടുത്തതിന് അർഹത യോഗിക്കുമായതിനാലാണ് ചര്യാക്രിയായോഗങ്ങളാകുന്ന സാധ്യതയെ യോഗത്തെപ്പറ്റി പ്രസ്താവിക്കാൻ നമ്മെ സഹായിക്കുന്നത്. പ്രസ്തുത അധികാരം ഇവിടെ നാം ഉപയോഗിക്കുന്നു എന്നാണ് കണ്ണുടയ വള്ളലാർ പറയുന്നത്. അപ്പോൾ ചര്യ, അതേപോലെ തന്നെ ക്രിയ, ഇത് രണ്ടും കഴിഞ്ഞാലുള്ളതാണ് യോഗം. വിക്ഷേപത്തെ അകറ്റാൻ, മനസ്സിൻ്റെ വിക്ഷേപത്തെ അകറ്റാനാണ് യോഗം പ്രധാനമായിട്ടും സ്വീകരിക്കുക. ഈ യോഗം കഴിഞ്ഞാൽ, അതായത് ചര്യ, ക്രിയ, യോഗം, ഇതും 3ഉം കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിലേക്ക് സാധകൻ എത്തിച്ചേരുകയാണ്. അപ്പോൾ ജ്ഞാനലബ്ധി എന്നുള്ളത് പെട്ടെന്ന് ലഭിക്കുന്നതല്ല. അത് നിരന്തര സാധനയിലൂടെ, ആദ്യം ചര്യയിലൂടെ, പിന്നെ ക്രിയയിലൂടെ, പിന്നെ യോഗയിലൂടെ, പിന്നെ ജ്ഞാനത്തിൽ എത്തിച്ചേരാം. അപ്പോൾ പശു അതിൻ്റെ മലങ്ങളെല്ലാം മാറി നേരെ പതിയിൽ ലയിച്ചു ചേരുന്ന യോഗാവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയാണ് പശുപതി സങ്കല്പം ശൈവ സിദ്ധാന്തത്തിൽ രൂപപ്പെട്ടത്. ഇതിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇത്
ഒഴിവിലൊടുക്കം എടുക്കുമ്പോൾ നമുക്കത് വിശദമായിട്ട് കാണാം. ഞാനതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നു. യോഗാനുഷ്ഠാനം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ചര്യ, ക്രിയ ഈ രണ്ടും അനുഷ്ഠിച്ച് തള്ളി യോഗത്തെ അനുഷ്ഠിച്ച് മോക്ഷമടയുവാൻ യോഗികൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ ചെയ്യുന്നതെന്നാൽ മൂലാധാരം തുടങ്ങിയ ഓരോ ആധാരത്തിലും വിനായകാദി ദേവന്മാരെ സങ്കല്പിച്ച് മൂർത്തീകരിച്ച് ഒന്നിനെ വിട്ട് മറ്റൊന്നിനെ എടുത്തും താണതിനെ തള്ളി ഉയർന്നതിനെ ഏറ്റും ഇങ്ങനെ സങ്കല്പത്താൽ ഭ്രമണാത്മകമായിത്തീരുന്ന മനസ്സിൽ നിശ്ചലാത്മകമായ ഈശ്വരബോധം ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. സാധകരുടെ ഏകാഗ്രത ഉണ്ടാവണം. കൂടാതെ ഈ വിലാസത്തിൽ അടിയുറച്ച് യോഗത്തെ അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്ന ഈ വിശ്വാസത്തെ ധ്വംസിച്ച് സാക്ഷാൽ ജ്ഞാനലാഭത്തിനായുള്ള സംരംഭത്തിന് ആവശ്യമായി നിൽക്കുന്ന ഈ നടപടി നിർത്തുക എന്ന വൃത്തി പോലും സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് അവരിൽ അരുൾബോധമേറുവാനിടയാകുന്നത്? ജീവബോധം മാറി അരുൾബോധം ഉണ്ടായാലല്ലേ ഒരാൾക്ക് വസ്തുദർശനത്തിന് കാരണമാകൂ. എന്നിട്ട് പറയണം, പുസ്തകപാരായണവും ആസനം കെട്ടിയിരിപ്പും ഇമ അടയ്ക്കാതെയുള്ള കണ്ണോട്ടവും ഈ ക്രിയായോഗികൾ അഭിനയിക്കുന്നത് ജ്ഞാനികൾ ജാലവിദ്യക്കൂത്തായേ കണക്കാക്കിയുള്ളൂ. പിന്നെ എന്താണ് വേണ്ടതെന്നാൽ നിൻ്റെ ജീവസങ്കല്പത്തെപ്പറ്റി ആ ജീവസങ്കല്പ അറ്റ് കിട്ടണമെങ്കിൽ സ്മരിച്ചും വിസ്മരിച്ചുമുള്ളതാകാതെ ശുദ്ധ അറിവായി ആകാശം പോലെ നിൻ്റെ അന്ധക്കരണം സച്ചിദാനന്ദമായി ചാഞ്ചല്യമന്യേ നിർത്തുക. അങ്ങനെ അഭ്യാസം ചെയ്തുകൊണ്ട് സുധീരം ശാന്തമായി നിലകൊള്ളുക. ഇതാണ് യോഗം. അപ്പോൾ യോഗം എന്താണെന്ന് കണ്ണുടെ വള്ളലാർ വിശദീകരിക്കുന്നു. നോക്കൂ. അന്ധക്കരണം സച്ചിദാനന്ദമയമായി ചാഞ്ചല്യമന്യേ നിർത്തുക. മനസ്സിനെ ചാഞ്ചല്യമില്ലാതെ സ്ഥിരമായി നിർത്തുക. അങ്ങനെ അഭ്യാസം ചെയ്തുകൊണ്ട് സുധീരം ശാന്തമായി മുന്നോട്ട് പോകുന്നതാണ് യോഗം. അപ്പോൾ മനസ്സിനെ നിശ്ചലമാക്കുക, മനസ്സിലെ ആ ചാഞ്ചാട്ടത്തെ നിർത്തി ഏകാഗ്രമാക്കി നിർത്താൻ വേണ്ടിയുള്ള ഒരു സാധനാക്രമമാണ് യോഗം. അപ്പോൾ യോഗത്തിലൂടെ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ, വശത്താക്കാൻ, ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നു. യോഗത്തിലൂടെ മാത്രമേ എവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ? അവസാനപ്പടിയായ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇനി ഇവിടെ തിരുമൂലദേവൻ പറയുന്നത് നോക്കൂ. ആത്മബോധത്തിൽ കൂടി സത്യത്തെ കണ്ടതോട് സാത്മ്യം പ്രാപിച്ചതിങ്കൽ തന്നെത്താൻ പ്രതിഷ്ഠിച്ച് തട്ടിയിട്ടുടച്ചാലും താൻ അനങ്ങാതെ ലക്ഷ്യം തൊട്ടറിഞ്ഞിരിക്കുന്നോൻ ബ്രഹ്മത്തിനോട് ചേരും. അപ്പോൾ യോഗാനുഷ്ഠാനത്തിലൂടെ ബ്രഹ്മത്തിനോട് ചേരാൻ കഴിയും. അതായത് പശുവിന്, ജീവന് ബ്രഹ്മത്തോട് ചേരാൻ കഴിയും. എങ്ങനെ ഇരിക്കണം? ആത്മബോധത്തോടുകൂടി സത്യത്തെ കണ്ടതോടെ സാത്മ്യം പ്രാപിച്ചതെങ്കിൽ. അപ്പോൾ സത്യദർശനത്തിന് വേണ്ടി, ആത്മബോധത്തിന് വേണ്ടി മനസ്സിനെ നിയന്ത്രിച്ച് തന്നെത്താൻ ഏകാഗ്രമായി ഇരിക്കണം. അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ മാത്രമേ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി മനസ്സിൻ്റെ ചാഞ്ചല്യം മുഴുവനും ഇല്ലാതാക്കുന്ന ഒരാൾ എങ്ങനെയിരിക്കും? തട്ടിയിട്ടുടച്ചാലും താൻ അനങ്ങാതെ ലക്ഷ്യം തൊട്ടറിഞ്ഞിരിക്കും. എത്ര തട്ടിയിട്ടാൽ പോലും അനങ്ങില്ല. ശരിക്കും ഒരു കുറ്റി പോലെ. പിന്നീട് പറയുന്നുണ്ട്, കസ്തൂരി മായനെ കെട്ടിയിട്ട കുറ്റി പോലെ അനങ്ങാതിരിക്കുന്ന ഒരവസ്ഥ. അനക്കമില്ലാത്ത, ചലനമില്ലാത്ത മനസ്സ്. അപ്പോൾ ചലനമില്ലാത്ത അചഞ്ചലമായ മനസ്സിൽ വികാരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ വികാരങ്ങളെല്ലാം ഒടുങ്ങിയ ഓളങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു അലങ്കാര കൽപ്പനയിലൂടെ പറഞ്ഞാൽ ഓളങ്ങൾ ഒടുങ്ങിയ സമുദ്രം പോലെ ശാന്തമായ മനസ്സ്.
ആ ശാന്തമായ മനസ്സ് ആരാണ് ആഗ്രഹിക്കാത്തത്? മനസ്സിനെ ശാന്തമാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് യോഗവിദ്യകളാണ്. കാരണം മനസ്സും പ്രാണനുമായിട്ട്, മനസ്സും ശ്വാസവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രാണനെ പിടിച്ചാൽ, ഈ ശ്വാസത്തെ പിടിച്ചാൽ മനസ്സിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയും. ഇതാ നോക്കൂ, അടുത്ത ഭാഗം. പൂവോട് ഗന്ധം ചേർന്നിരിക്കുന്നത് ഒപ്പമായി ജീവനുള്ളീശൻ തൻ ഗന്ധം പുലർന്നിരിക്കും. ചിത്രം പോൽ അതിനെ ഉണർന്ന് അറിയുന്നവരാരും കസ്തൂരി മൃഗത്തെ പൂട്ടിയിടുന്ന കുറ്റി പോലാം. കസ്തൂരി മൃഗത്തെ കെട്ടിയിരിക്കുന്ന ഒരു കുറ്റി പോലെയായിരിക്കും മനസ്സ്. അതായത് ആ കുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയില്ല. ഏത്? പൂവിനോട് ഗന്ധം ചേർന്നിരിക്കുന്നത് പോലെ. പൂവിനോട് എപ്രകാരമാണോ ഗന്ധം അഭേദ്യമായി യോഗാത്മകമായി ചേർന്നിരിക്കുന്നത്, അതുപോലെ ജീവൻ ഈശ്വരനാകുന്ന ഗന്ധവുമായിട്ട് ചേർന്നിരിക്കുന്നു. അപ്പോൾ ജീവനുള്ളീശൻ തൻ്റെ ഗന്ധം പുലർന്നിരിക്കും. ജീവനിൽ ഈ പൂവിൽ ഗന്ധം പുലർന്നിരിക്കുന്ന പോലെ ജീവനിൽ ഈശൻ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് യോഗം. അത് ചിത്രത്തിലെഴുതിയ പടം പോലെ നിശ്ചലമായിരിക്കും. കസ്തൂരി മൃഗത്തെ കെട്ടിയിട്ട കുറ്റി പോലെ അനക്കമില്ലാതെ അചഞ്ചലമായിരിക്കും. ദാ നോക്കൂ അടുത്തത്. ഇച്ഛിച്ചു തന്നെ ചെയ്താൽ സത്യത്തിൽ തപസ്സിയാവും. ഇച്ഛിച്ചു തന്നെ ചെയ്താൽ ദേശമാവും. ഇച്ഛിച്ചു തന്നെ ചെയ്താൽ സത്യത്തിൽ തപസ്സുമാവും. ഇച്ഛിച്ചു തന്നെ ചെയ്താൽ സത്യത്തിൽ ദേവനുമാകാം. അപ്പോൾ ശരിക്കും ഈ യോഗ അനുഷ്ഠാനം നടത്തിയാൽ എന്താകാം? നമുക്ക് ദേവനാകാം, പരമശിവനാകാം, സാക്ഷാൽ പതിയാകാൻ പറ്റും. തത്വവിചാരമാർന്നു നിന്ന് ചന്ദ്രാഗ്നി സൂര്യകലകളെ ശിരോമണ്ഡലത്തിൽ കൊണ്ടു ചെന്നെത്തിക്കുന്ന ആ യോഗനിഷ്ഠ തന്നെയാണ് സത്യപ്പൊരുളായ ശിവനെ കണ്ടുണരാനുള്ള ശക്തിയോഗമാകുന്നത്. വേദവാക്യങ്ങളായ തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നിവ പോലുള്ള പൊരുളും അതുതന്നെയാണ്. സത്യശിവ തപസ്സും അതുതന്നെ. ശിവശരീരമാക്കുന്നതും ഇതേ യോഗമാണ്. അപ്പോൾ യോഗത്തിലൂടെ മനുഷ്യ ശരീരത്തെ നമുക്ക് ശിവശരീരമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ പൂവിൽ ഗന്ധം എന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ആ ഈശൻ ആകുന്ന ഗന്ധം നിറഞ്ഞു നിൽക്കും. അതായത് ശരീരം തന്നെ ശിവമയമായി മാറുന്നു. അതോടെ മനസ്സും എല്ലാം തന്നെ ശിവനായി മാറുന്നു. ആ ശിവമയമായി മാറുന്ന അവസ്ഥയാണ് യോഗം. ഇതാ നോക്കൂ അടുത്ത്. യോഗി അഭ്യാസം, വ്രതം, കർമ്മം എന്ന് മൂന്നും ആശാവിഹീനനായി ചെയ്തിടുവിൽ ഈ രണ്ടും വിട്ട് നിഷ്കാമകർമ്മത്തിങ്കൽ ആത്മസൂര്യനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അഖണ്ഡ പ്രേമരൂപത്തിൽ വാഴും. ഇനി യോഗി എങ്ങനെയുള്ളവനാണ്? അഖണ്ഡ പ്രേമരൂപത്തിൽ വാഴുന്നവനാണ്. അപ്പോൾ യോഗി അഖണ്ഡ പ്രേമത്തിൽ ലോകത്തെ മുഴുവനും പ്രേമിക്കുന്ന ആ പ്രേമവാനായ ശിവനായി മാറും. അപ്പോൾ എന്താണ്? യോഗി അഭ്യാസം, വ്രതം, കർമ്മം എന്ന് മൂന്നും ആശാവിഹീനമായി ചെയ്തിടുക. അപ്പോൾ യോഗിയുടെ ചെയ്യേണ്ട അവസ്ഥ എന്താ? ആദ്യം അഭ്യാസം ചെയ്യണം, പിന്നെ വ്രതവും ചെയ്യണം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ അഭ്യാസവും വ്രതവും ഉപേക്ഷിക്കാം, ഈ രണ്ടും ഉപേക്ഷിക്കാം. പിന്നെ കർമ്മം മാത്രം ശേഷിക്കുന്നു. ആ കർമ്മം എങ്ങനെയായിരുന്നു? ആശാവിഹീനനായി കർമ്മം ചെയ്യൽ. നിഷ്കാമകർമ്മത്തിൻ്റെ പ്രസക്തി ഇതാണ് ലോകസേവനത്തിൻ്റെ വഴി. അപ്പോൾ ലോകസേവനം യോഗത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നോക്കൂ, അഭ്യാസവും വ്രതവും കഴിഞ്ഞാൽ അയാൾ ലോകസേവനം ചെയ്യണം. അതുകൊണ്ടാണ് തമിഴിൽ സന്യാസിയെ തൊണ്ടൻ എന്ന് വിളിക്കുന്നത്. തൊണ്ടൻ എന്ന് വെച്ചാൽ സേവകൻ. അതായത് മാനവസേവ എന്നുള്ളത് ശിവസേവ എന്നാണ് ശിവസിദ്ധാന്തികൾ പറയുന്നത്. നിഷ്കാമകർമ്മത്തിൽ ആത്മസൂര്യനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അഖണ്ഡ പ്രേമവാനായി വാഴൂ.
അപ്പോൾ എങ്ങനെ ചെയ്യണം? നിഷ്കാമ കർമ്മത്തോടെ ലോകസേവ ചെയ്യണം. ആ നിഷ്കാമ കർമ്മത്തിലൂടെ ലോകസേവ ചെയ്താൽ ആത്മസൂര്യനെ ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പോകാൻ കഴിയും. അപ്പോൾ ആത്മജ്ഞാനം ലഭിക്കും. ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ യോഗം, അഭ്യാസം, വ്രതം, കർമ്മം ഇതൊക്കെ ജ്ഞാനത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും. ജ്ഞാനത്തിലെത്തിച്ചേരുന്നതുവരെ ഈ അഭ്യാസമുറകളെല്ലാം അനുഷ്ഠിച്ച് മനുഷ്യൻ നിഷ്കാമ കർമ്മത്തിങ്കൽ അധിഷ്ഠിതമായി ആത്മസൂര്യനെ തേടിപ്പോവുക. ഇതാണ് ശൈവയോഗികളുടെ പ്രത്യേകത. മറ്റ് പല യോഗികളിൽ നിന്നും ഈ ശിവയോഗികളെ മാറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർ എപ്പോഴും ലോകസേവനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശിവയോഗികൾ തന്നെ, അവരെ തന്നെ ഉദാഹരണമായി എടുത്താൽ മതി. അവരെല്ലാം ലോകസേവനത്തിനായിക്കൊണ്ട് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട എൻ്റെ തന്നെ ഞാൻ ആചാര്യനായി വരിച്ച പരമപൂജ്യ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ വാക്കുകൾ പറയട്ടെ. അദ്ദേഹം നമ്മളോട് പറയുന്ന ഭാഗം ഇവിടെ ഞാൻ ഉദ്ധരിക്കുകയാണ്. മധൂർന്ന കാറ്റ് വീശട്ടെ, സമുദ്രങ്ങൾ തേനൊഴുക്കട്ടെ, എല്ലാ ഔഷധങ്ങളും സസ്യലതാദികളും സൗമനസ്യം പകരട്ടെ, രാവും പകലും മധുരമാകട്ടെ, ഭൂമിയിലെ ധൂളി മധുരിക്കുന്നതാകട്ടെ, സ്വർഗവും പൂർവികരും നമ്മോട് മധുരമായി വർത്തിക്കട്ടെ, എല്ലാ വൃക്ഷങ്ങളിലും തേൻ നിറയട്ടെ, സൂര്യൻ നമുക്ക് മാധുര്യം നൽകട്ടെ, എല്ലാ കിരണങ്ങളും നമുക്ക് സുഖപ്രദമാകട്ടെ, എല്ലാ മൃഗങ്ങൾക്കും നമ്മളോട് പ്രിയമുണ്ടാകട്ടെ, നമ്മുടെ ഭക്ഷണം ഹിതകരമാകട്ടെ, നമ്മുടെ ചിന്തകളും വാക്കുകളും തേനൂറുന്നവയാകട്ടെ, നമ്മുടെ ജീവിതം ശുദ്ധവും ദിവ്യവുമായി തീരട്ടെ, അത് തേൻ പോലെ മധുരമുള്ളതായി തീരട്ടെ. ഇതാണ് ഒരു തൊണ്ടൻ, അതായത് സേവകൻ, ഒരു ശിവയോഗി സാധാരണ തൻ്റെ മനസ്സിനോട് നിരന്തരം പ്രാർത്ഥിച്ച് മനസ്സിനെയും ശരീരത്തെയും ലോകസേവനത്തിനായിക്കൊണ്ട് സമർപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ശിവയോഗികൾ നിറഞ്ഞ ഒരു ഭാരതഭൂമി ഇനി വരാനിരിക്കുകയാണ്. ലോകസേവനത്തിനായിക്കൊണ്ട് നിഷ്കാമ കർമ്മം അനുഷ്ഠിക്കുന്ന ശിവയോഗികളെ കൊണ്ട് നമ്മുടെ പുണ്യഭൂമിയായ ഭാരതം അടുത്ത് തന്നെ നിറഞ്ഞ് കവിഞ്ഞ് ലോകം മുഴുവനും പ്രസരിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ലോകസേവ ഇന്ന് പ്രത്യേകിച്ചും ശിവയോഗികൾ ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞ് വിലസുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഏത് രാജ്യം എടുത്തു നോക്കിയാലും പ്രത്യേകിച്ചും അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ശിവയോഗികൾ ചെയ്യുന്ന സേവനം വളരെ വലിയ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലൂടെ തന്നെ ഒരു ഏകലോകം, സ്നേഹസമ്പന്നമായ പ്രേമപൂർണമായ ഏകലോകം നിർമ്മിക്കാൻ ഈ യോഗികൾക്ക്, ഈ ശിവയോഗികൾക്ക് കഴിയും. നോക്കൂ, ഇനി അടുത്ത ഭാഗം കൊണ്ട് നമുക്ക് നോക്കാം. ഉടലിൽ കൂടി എങ്ങും വ്യാപിച്ച പോലെ ഈശൻ ഉയരുകൾ തോറും തങ്ങി വ്യാപിച്ചു നിന്നിടുന്നു. യോഗത്തിൽ നിന്നവർക്കും പിൻപിറപ്പില്ലാതാവും. യോഗത്തെ തന്നെ ഈശൻ സത്യത്തിലേക്ക് നയിക്കും. നോക്കിയിടുവോൻ യോഗത്തെ സ്വരൂപത്തിനുള്ളിൽ വയ്ക്കും. അപ്പോൾ സ്വരൂപം എന്നുള്ളത് ഈ യോഗം തന്നെയാണ്, അതായത് ശിവനായിത്തീരുക. ഉടലിൽ കൂടി എങ്ങും വ്യാപിച്ച പോലെ ഈശൻ, ഉടലിൽ ഈശൻ ശിവൻ വ്യാപിച്ചു നിൽക്കുന്നു, ഉയരുകൾ തോറും വ്യാപിച്ചു നിൽക്കുന്നു. നമ്മൾ മാത്രമല്ല, എവിടെയൊക്കെ ജീവനുകളുണ്ടോ ആ ജീവനുകളിലെല്ലാം ശിവൻ നിറഞ്ഞു നിൽക്കുന്നു. യോഗത്തിൽ നിന്നവർക്ക് പിൻപിറപ്പില്ലാതാവും. ഈ യോഗാനുഷ്ഠാനത്തിലൂടെ തന്നെ ജനന മരണങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. യോഗത്തെ തന്നെ ഈശൻ സത്യത്തിൽ ഏകമാർക്കും. യോഗമാർഗം ലോകത്തിൽ എല്ലാവർക്കും ഈശൻ തന്നെ കനിഞ്ഞ്
അരുളും. അപ്പോൾ ഈ യോഗമാർഗം ഭാവിയിൽ ലോകം മുഴുവനും നിറഞ്ഞ് കവിയും. അങ്ങനെ ജീവന്മാർ ശിവത്വത്തിലേക്ക്, ഈശത്വത്തിലേക്ക് എത്തിച്ചേരുന്ന മഹനീയമായൊരു മുഹൂർത്തം സംജാതമാകും. ഇതാണ് യോഗം എന്ന അധ്യായത്തിൽ തിരുമൂലദേവൻ അതിൻ്റെ താത്വിക തലത്തെ നമുക്ക് വിശദമാക്കി തരുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.